തിരിച്ചു വരുന്ന വഴി വെള്ളം കൊണ്ടു. അമ്മയ്ക്ക് നീന്തൽ അറിയുന്നതാണോ അത്? ഈ വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടാകും. കുടിക്കാൻ പോലും വെള്ളമില്ല, അങ്ങനെ പോകുന്നത്. അതായത് വെള്ളം അത് മുടങ്ങിയിട്ട് 3 ദിവസം, എത്ര ദിവസമായിരുന്നു? 8 ദിവസം കൊണ്ട് ദുരിതം വെള്ളമില്ല. വെള്ളം ഇല്ലാത്തതുകൊണ്ട് ഒട്ടും കുടിക്കാനില്ലാത്തതുകൊണ്ടാണ് പിന്നെ പ്ലാന്റിൽ പോയി വെള്ളം എടുക്കാമെന്ന് പറഞ്ഞ് പോയി അമ്മ. അപ്പം അമ്മ പറയായിരുന്നു നമുക്ക് പോയി എടുക്കാമെന്ന് അമ്മ പറഞ്ഞു. അമ്മ രാവിലെ വിളിച്ചെനിക്ക് ഉറക്കം ചെയ്യുന്നു. അമ്മ ഒരു തുള്ളി വെള്ളമില്ല മോനെ, നമുക്ക് എടുത്തുകൊണ്ട് വരാം. തിരിച്ചു വരുന്ന വഴിക്ക് ഈ പെട്ടെന്ന് ഒഴുക്കിൻ്റെ ഇതിൽ പോയതാണ്. അപ്പോൾ ഒന്ന് വെള്ളത്തിൽ പിടിക്കാൻ പറ്റുമായിരുന്നില്ലേ? വെള്ളത്തിലല്ല, ഞാൻ അമ്മയോട് അമ്മ പോയപ്പോൾ അമ്മയോട് കൊടുക്കാൻ വെള്ളം കമ്മന്ന് ബോട്ടിൻ്റെ അടിയിലോട്ടങ്ങ് പോയി. നല്ല ഒഴുക്കുണ്ടായിരുന്നു, ബോട്ടിനടിയിലോട്ട്. ഞാൻ അമ്മയുടെ കൂടെ പോയി അമ്മയും കിട്ടി. പക്ഷേ പിടിച്ച് കയറ്റാൻ പറ്റിയില്ല. നല്ല വെള്ളം വരെയുള്ള സ്ഥലമായിരുന്നു. ഞാൻ അമ്മയെ എന്നെ കൊണ്ടുപോയത്. അമ്മ എന്നെ മുക്കിക്കൊണ്ടിരുന്നത്. പിടുത്തം കിട്ടിയില്ല. അമ്മ എന്നെ ഒഴുകി പോയപ്പോൾ എനിക്ക് ബോട്ട് പിടുത്തം കിട്ടി. അപ്പോൾ ഞാൻ പൊങ്ങിയപ്പോൾ അമ്മ 3 ബോട്ടിൻ്റെ അപ്പുറത്താണ് പൊങ്ങുന്നത്. ഇത് 4 ചുറ്റും കായില. നമുക്ക് വെള്ളമില്ല, നമ്മൾ ഇവിടുന്ന് വള്ളത്തിൽ പോകണം. അങ്ങനെ എൻ്റെ അളിയനാണ് വിട്ടുകൊണ്ടിരുന്നത് സാധാരണ. ഇപ്പൊ ഞാൻ അവനോട് കാര്യങ്ങൾ പോയപ്പോൾ അമ്മയും മോനോട് പോയതാ. ഈ വിവരങ്ങൾ സാധാരണ ഇങ്ങനെയൊക്കെ മുടങ്ങുമ്പോൾ അറിയിച്ചു കഴിഞ്ഞാൽ എത്ര ദിവസത്തിനകം 8 ദിവസം ഉണ്ടായിട്ട് 10 ദിവസം കഴിഞ്ഞു. ഞങ്ങള് കായംകുളത്ത് പോകുന്നുണ്ട്. 2 വട്ടം പോയി വെള്ളം കൊടുക്കണ്ടാ പോയത്. തുണിയെല്ലാം അരക്കാൻ കിടക്കുന്നു പറഞ്ഞ് അങ്ങനെ പോയതാ. വസ്ത്രം കഴിയാൻ വെള്ളമില്ല. വസ്ത്രം കഴിയാൻ നമുക്ക് വെള്ളമില്ലായിരുന്നില്ല. കുടിക്കാനുള്ള വെള്ളമില്ല. MP വന്നൊരു കൈ മത്സ്യം പോയി. എല്ലാം ശരിയാത്തരാന്ന്. കരക്കാറില്ല വാടക താമസിക്കും അവര്. ഇതെല്ലാം ഭൂമി പതിച്ചിട്ടുള്ള ഭൂമിയാണ്. ഇതെല്ലാം വെള്ളത്തിന് പോയാൽ ഈ സംഭവിച്ചത്. ഞങ്ങൾക്ക് സർക്കാർ പതിച്ചാൽ MLA എന്ന് പറഞ്ഞു എല്ലാം സാധിച്ചാൽ. MLA പറഞ്ഞു ആശുപത്രി എന്ന് പറഞ്ഞു ഇന്ന് വെള്ളം വിട്ടു വരുമെന്ന് പറഞ്ഞു. ഇതായിട്ട് വെള്ളം വിട്ടു വന്നില്ല. വെള്ളത്തിന് വേണ്ടി ഭയങ്കര ദുരിതമാണ്. ഓട്ടോ നോക്കിയാൽ എല്ലാവരും വരും. സമയമാകുമ്പോൾ ചിരിച്ചും കൈയും പൂട്ടി എല്ലാം വരും. എല്ലാം സാധിച്ചു തരാമെന്ന് പറഞ്ഞു. കുടിവെള്ളം ഇല്ലാതെ ഒരു ജീവനങ്ങ് പോയി. ജീവൻ പോയി. ഒരു കുടിവെള്ളം ഇല്ലാത്ത ജീവൻ പോയത്. കുടിവെള്ളം ഇല്ലാത്ത ഒരു ജീവൻ പോയത്. ഇത് എവിടുന്ന് പോയി വള്ളം ഇവിടുന്ന് തുഴഞ്ഞ് ഈ ചുറ്റി കറയിൽ പോകണം. വള്ളം കറയിൽ പോയാൽ അപ്പുറത്തെ കര ചെന്ന് വെള്ളം കൊണ്ടുവരാനൊക്കത്തുള്ളൂ. നിങ്ങൾ വന്ന വഴി ആ കടത്തുറയില്ലയോ, അവിടുത്തെ ആ പ്ലാന്റിൽ നിന്ന് ആ വെള്ളം എടുത്ത് ഞങ്ങൾക്ക് കേറുണ്ട്. ഒരേ പ്ലാന്റിൽ ചെന്നാലേ വെള്ളം ഞങ്ങൾക്ക് കിട്ടുന്നത്. മെമ്പറിന്റെ കുറ്റം പറയാനൊക്കത്തില്ല. മെമ്പർ നിലയൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ മെമ്പർ ഇതേ അവസ്ഥ തന്നെ തുടർന്നുകൊണ്ട് പോയി കഴിഞ്ഞാൽ കഷ്ടത്തിലാവും. ഭയങ്കര കഷ്ടത്തിലാവും. അല്ലെ പിന്നെ ജങ്കാറ് കാണാൻ കൊണ്ടുവന്നിട്ട് വണ്ടിക്കകത്ത് വെള്ളം അടിച്ച് കൊണ്ട് കൊടുക്കാൻ നോക്കണം. അങ്ങനെ കാണാൻ ചെയ്യാനേ പറ്റും, അല്ലെങ്കിൽ നടക്കത്തില്ല. അതാ ചെയ്യേണ്ട വഴിയെന്ന് പറഞ്ഞാൽ. ഇനിയും മാസമാവുന്നല്ലേ? മാസമാവെന്ന് പറഞ്ഞാൽ ഇനി തുരുത്തുകാർക്ക് കഷ്ടത്തില്ല. തുരുത്തുകാർക്കുള്ള പോകുമ്പഴി എന്ന് പറഞ്ഞാൽ ജങ്കാറ് കൊണ്ടുവരിക. ജങ്കാറ് കൊണ്ടുവന്ന് വണ്ടിക്കകത്ത് വെള്ളം അടിച്ച് ഇങ്ങനെ കൊണ്ടു കൊടുക്കുക, വീടുകളിൽ കൊടുക്കുക വെള്ളം. എന്നാലും അങ്ങനെ നടക്കത്തുള്ളൂ. അല്ല കോരാൻ പോയി ഇനി ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചാൽ എന്തോ ചെയ്യും? നിലവില് നിങ്ങൾക്ക് വെള്ളം തരുന്ന എന്തെങ്കിലും അളവ് ഉണ്ടോ? അത്രയും വെള്ളം തരുന്ന ഇപ്പൊ അങ്ങനെ അളവില്ല. ഇപ്പൊ അല്ലാതെ തരുന്നത്. ഇപ്പൊ പിന്നെ മീറ്റർ ഇല്ലാതെ ഇവിടെ മീറ്റർ പൈപ്പൊക്കെ ആക്കി വെള്ളം കൊണ്ട്. അതിലും വെള്ളം ഇല്ലല്ലോ ഇപ്പൊ മൊത്തത്തിൽ അടക്കി. അങ്ങനെ അളവായാലും ഇല്ല വെള്ളം, പക്ഷെ ഇല്ല അളവായാലും കുഴപ്പമില്ല. വെള്ളം ഇല്ലല്ലോ ഇപ്പൊ തീരെ. ഇങ്ങനെയുള്ള അവസ്ഥയായി ഇപ്പം. സ്ഥിരം ഇങ്ങനെ വെള്ളം ഇല്ലാതാവുന്നയാ. സ്ഥിരം ഇങ്ങനെ വെള്ളം ഇല്ലാതാവുമ്പോ തുരുത്തുകാർക്ക് ബുദ്ധിമുട്ടാ. അക്കരെയുള്ളവർക്കാണെങ്കിൽ വണ്ടിയിലെങ്കിലും കൊണ്ടുവന്ന് വെള്ളം അടിച്ചു കൊടുക്കും. പക്ഷെ തുരുത്തുകാരെന്ത് ചെയ്യും? വെള്ളം കൊണ്ടുപോയാലേ വെള്ളം എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതിലാണ് ഈ അപകടങ്ങൾ പറ്റുന്നത്. ഇതിന് മുൻ വർഷങ്ങളിലും ഇങ്ങനെ അപകടങ്ങൾ വന്ന് പെണ്ണുങ്ങൾ മരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങള് ഇവിടെ താമസമുള്ളതല്ല, ദൂരെ നാട്ടിൽ നിന്ന് വന്നതാ. അപ്പം ഇന്നലെ ഞങ്ങൾ പറഞ്ഞു കേട്ടിട്ടുള്ളതാ. ഒരുപാട് മരണങ്ങൾ ഇതിനു മുമ്പും സംഭവിച്ചിട്ടുണ്ട്. വെള്ളം എടുക്കാൻ പോയത് 2 പെൺപിള്ളേര് അവിടുത്തെ കടവിനും മരിച്ചായിരുന്നു, ഇവിടത്തെയും മരിച്ചായിരുന്നു. അപ്പൊ ഇതിപ്പം 30 വർഷത്തിന് മുമ്പാ അതെല്ലാം നടന്നത്. അതിനുശേഷം ഇപ്പൊ ആദ്യമായിട്ടാ വെള്ളത്തിന് വേണ്ടി മരണങ്ങൾ സംഭവിക്കുന്ന. കുടുംബങ്ങൾ 300 കുടുംബം കാണും അല്ലേ? ഞങ്ങൾ വന്ന സമയത്തൊക്കെ 300 ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഒരുപാട് പേര് വസ്തു വാങ്ങിച്ച് വീടൊക്കെ വെച്ച് ഞങ്ങൾ വരുമ്പോ ഇവിടെ വീടോ കാര്യങ്ങളോ ഒന്നുമില്ല. അല്ലാതെ എങ്ങനെ ജീവിക്കും? വെള്ളമല്ലേ അത്യാവശ്യം വേണ്ടത്. അപ്പൊ തുരുത്തിലുള്ളവർ എവിടെ പോകും വെള്ളത്തിന്? ഇവിടെ കിണറില്ല, കുഴിക്കിണറില്ല, ഒന്നുമില്ല. കഴുകാനായാലും കുളിക്കാനായാലും വെള്ളം വേണ്ടേ? കുടിക്കാനാണെങ്കിൽ നമുക്ക് കാശ് കൊടുത്ത് കുപ്പിയിലെ വെള്ളം കൊണ്ടുവരാം. അപ്പൊ അല്ലാതുള്ള കാര്യത്തിന് എന്തോ ചെയ്യും? വെള്ളം ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. കായലിൽ നിന്ന് വെള്ളം കോരാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ അതിന് വെള്ളത്തിന് വെള്ളം തന്നെ വേണ്ടേ? അങ്ങനെ ഇപ്പൊ പോയതാണല്ലോ ഇപ്പൊ ഒരു കൊച്ചിന്റെ ജീവൻ പോയത്. ഇതുപോലെ ഇനിയും പലരും വെള്ളത്തിൽ കയറി ഇനിയും വെള്ളത്തിന് പോകുമ്പം അവർക്കും ഇത് തന്നെ സംഭവിക്കും.